ഈ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പോലും ഒരു ഞെട്ടലുണ്ടാകും ഏറ്റവും ആദ്യം. കാരണം ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ തംബ്നെയിൽ പോലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പൊതുവേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ്റെ നേതൃത്വമാണ് ഈ പരാജയത്തിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. പ്രത്യേകിച്ചും LDF അതിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധമുള്ള ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ഒരു കാരണം പിണറായി വിജയനാണ് എന്നുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. വളരെ സത്യസന്ധമായി നിങ്ങളോട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വക്കാലത്തെടുക്കുകയോ അദ്ദേഹത്തിന് വേണ്ടി ന്യായീകരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ എനിക്ക് ബോധ്യമാകുന്ന എൻ്റെ കണക്കുകൾ അതാരെയും ഭയക്കാതെ നിർഭയമായി ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതൊരു വസ്തുതയാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. ഇതെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്നും അതിന് കൃത്യമായിട്ടുള്ള കണക്കുകളും ഞാൻ നിങ്ങളോട് പറയാം. ആ പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെ കുറിച്ചൊരു വാക്കുകൂടി. അത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മളുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്താൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കൂടാതെ നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻ കൊടുത്തത് തന്നെ നമ്മളൊരു മെമ്പർഷിപ്പ് സ്കീം കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷനാണ്. ആ മെമ്പർഷിപ്പ് സ്കീമിൻ്റെ ഭാഗമായി ഒരു മാസം 179 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാം. അല്ലെങ്കിൽ ലെവൽ 2-ൽ 359 രൂപ അടച്ചുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. ലെവൽ 3-ൽ 750 രൂപ അടച്ചുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ലെവലുകളുണ്ട്. നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ കഴിയുന്ന രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് മാത്രം പറഞ്ഞു വെക്കട്ടെ. ഈ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകമായ വീഡിയോകളൊന്നും ഉണ്ടാവില്ല. ചില വീഡിയോകൾ കുറച്ച് നേരത്തെ കാണാം എന്ന് പറയുന്ന ഒരു ചെറിയ ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ ചാനൽ നിലനിൽക്കണമെന്നും സത്യങ്ങൾ കേൾക്കണമെന്നും ഈ പറയുന്ന ഇവിടെ ഉണ്ടാകുന്ന വലിയ മാധ്യമ നരേറ്റുകളുടെ നുണകളിൽ നിങ്ങൾ വീണു പോകരുത് എന്നും ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കട്ടെ. അതിന് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ താഴെ അക്കൗണ്ട് നമ്പറും കൂടിയുണ്ട്. ഈ കണക്കുകളൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ കുറേ കൂടി അഭിവൃദ്ധി പ്രാപിക്കണമെന്നും നിലനിൽക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി എന്ന് പറയട്ടെ. ചെയ്യാത്തവരോട് നമുക്ക് വലിയ സ്നേഹം. നിരവധി പേർ ഇതിനകം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അവരോടും നമ്മൾ വലിയ നന്ദി അറിയിക്കുന്നു. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നാൽ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ തകർന്നു പോയിട്ടുള്ള CPM കുറച്ചെങ്കിലും പിടിച്ചു നിർത്തിയെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ തോന്നും. ആ അത്ഭുതങ്ങൾക്ക് അടിസ്ഥാനം ഞാൻ കണക്കുകൾ നിരത്തി നിങ്ങളോട് ബോധ്യപ്പെടുത്താം. LDFിൻ്റെ കഴിഞ്ഞ ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ള ഏറ്റവും വലിയ പെർഫോമൻസ് എന്ന് പറയുന്നത് 2019 അത് 35.11% LDFിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കേവലം 71,56,387 വോട്ടുകളാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDFിന് കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിച്ചേക്കണം, 2019, അതായത് വലിയ തിരിച്ചടി നേരിട്ട കൊല്ലത്തിൽ 71,56,387 പക്ഷെ അതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ 2024 ഉണ്ടായത്. കാരണം അവർക്ക് 33.34% വോട്ടുകൾ മാത്രമേ ലോക്സഭയിലേക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ 65,90,000 വോട്ടുകൾ മാത്രമേ അവർക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് ചുരുക്കം. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ വീണു പോയതാണ് 2024 ലോക്സഭയിൽ ഈ പറയുന്ന LDF എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു പോകരുത്. അന്ന് പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ട് മാത്രമല്ല, മറ്റ് പല ഘടകങ്ങളും ഉണ്ടായതുകൊണ്ടും അത് അഖിലേന്ത്യാ തലത്തിൽ CPM പ്രസക്തി നഷ്ടപ്പെട്ടതുകൊണ്ടൊക്കെ തന്നെ അവർ തീർച്ചയായിട്ടും CPM വലിയ തോതിൽ വോട്ട് ചെയ്തില്ല എന്ന് നമുക്കറിയാം. പലരുടെയും ഭൂരിപക്ഷം, ഇപ്പോൾ എറണാകുളത്ത് ഹൈവേയുടെയൊക്കെ ഭൂരിപക്ഷം 2.5 ലക്ഷമായിരുന്നു. അതുപോലെ മലപ്പുറത്തും മറ്റു പല മണ്ഡലങ്ങളിലുമൊക്കെ തന്നെ ഭൂരിപക്ഷം ഏതാണ്ട് 3 ലക്ഷത്തിലധികമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. അത്തരത്തിലേക്കുള്ള ഒരു തകർച്ച ഈ പാർട്ടിക്കും അതുപോലെ തന്നെ സംവിധാനത്തിനും അവരുടെ വോട്ട് ബേസിനും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇത് പലപ്പോഴും ലോക്സഭയിൽ സംഭവിച്ചിട്ടുള്ളതുമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ പാർട്ടി തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം എന്തുകൊണ്ടാണ്? അതിന് തൊട്ട് മുമ്പത്തെ നിയമസഭയിൽ, അതായത് 2021 നിയമസഭയിൽ ഏതാണ്ട് 95 ലക്ഷത്തോളം വോട്ടുകൾ കിട്ടിയിട്ടുള്ള LDFിന് ഈ വോട്ടുകളിൽ വലിയ കുറവുണ്ടായത്, 30 ലക്ഷം വോട്ടുകൾ കുറഞ്ഞത് എന്നുള്ളത് അന്ന് പഠിക്കാതെ പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ രണ്ട് കണക്കുകൾ നിങ്ങൾ മനസ്സിലുണ്ടാവുക. 2019 71 ലക്ഷം, 71.5 ലക്ഷം. 2024 നമുക്കൊരു 10,000 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് 66 ലക്ഷം എന്നെടുക്കാം. ഈ ഇത്രയും വോട്ടുകളാണ് യഥാർത്ഥത്തിൽ ലോക്സഭയിലേക്ക് LDFിന് വേണ്ടി കിട്ടിയത്. ഈ ലോക്സഭയിലേക്ക് LDFിന് വേണ്ടി കിട്ടിയത് ഇതാണ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത്,
ഇനി ലോക്കൽ ബോഡിയിലേക്ക് വന്ന് നോക്കുമ്പോൾ പോലും യു ഡി എഫിന് കിട്ടിയത് 80,72,200 വോട്ടുകളാണ് യു ഡി എഫിന് ലോക്കൽ ബോഡിയിൽ ആകെ കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,84,30,761 വോട്ടിൽ 73.69% വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. അതിൽ നിന്നാണ് ഇത്രയും വോട്ടുകൾ യു ഡി എഫിന് കിട്ടിയത്. അതേസമയം എൽ ഡി എഫിന് അവിടെ കിട്ടിയത് കേവലം ഈ ലോക്സഭയേക്കാൾ 3 ലക്ഷം വോട്ടുകൾ മാത്രം കൂടുതലാണ്. അതായത് 69,57,000 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള വോട്ടുകൾ, ചെറിയ 69 ലക്ഷത്തിന് വോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഒന്നിൽ ലോക്സഭയിലേക്ക് 65 ലക്ഷം, ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോൾ എത്രയാണ്? 69,57,000. അതായത് ഒരു 3 ലക്ഷത്തിൻ്റെ വർധനവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വർധനവ് ഉണ്ടായിരുന്നുള്ളൂ. എൻ ഡി എക്ക് ആ സമയത്തുള്ളത് 14.71 എന്ന് പറഞ്ഞാൽ 30,70,000 വരുന്ന വോട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ വോട്ടുകളിൽ നിന്ന് ഇത്തവണ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള വോട്ടുകൾ എത്രയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുമോ? നിങ്ങൾ അറിയേണ്ടത് ഇതിനേക്കാൾ കുറവല്ല എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഇതിനേക്കാൾ ഏതാണ്ട് ഒരു 11 ലക്ഷത്തോളം വോട്ടുകൾ കൂടുതലാണ് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടേണ്ട. 12 ലക്ഷത്തോളം വോട്ടുകൾ കൂടുതലാണ്. കാരണം ഇത്തവണ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് ഏതാണ്ട് 81 ലക്ഷത്തിലധികം വരുന്ന വോട്ടുകളാണ്. അതായത് കഴിഞ്ഞ 2024 ലോക്സഭയിൽ കിട്ടിയ 65 ലക്ഷമോ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ കിട്ടിയിട്ടുള്ള 69.5 ലക്ഷമോ വോട്ടുകളേക്കാൾ 10 മടങ്ങ്, ഒരു 11 ലക്ഷത്തോളം വോട്ടുകൾ കൂട്ടിക്കൊണ്ട് 81 ലക്ഷം വോട്ടുകളാണ് പിണറായി വിജയന്റെ നേതൃത്വവും മുഖവും കാണിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ, കണക്കറിയുന്ന ആരും സമ്മതിച്ചേ പറ്റൂ, അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും കുറച്ചും കൂടി നേട്ടം യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടായി. എന്താണ് പക്ഷെ കുഴപ്പമെന്ന് ചോദിച്ചാൽ അവിടെ ഏതാണ്ട് ഒരു 10-13%, ശരിക്കും പറഞ്ഞാൽ 9% അതേഴ്സ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്തിരുന്നു. ആ വോട്ടുകൾ മുഴുവനായും തന്നെ പക്ഷേ കോൺഗ്രസിലേക്ക് വന്നു. അതാണ് വലിയ തകർച്ചയുടെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അതാണ്. അതിന് ഞാൻ ചില കണക്കുകൾ കൂടി ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ എൽ ഡി എഫിന് 2016 43.48% വോട്ടുകളാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ 87,28,000 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതേസമയം 2021 വരുമ്പോൾ വോട്ടുകളുടെ കാര്യത്തിൽ വലിയ വർധനവുണ്ടായി. വോട്ട് പെർസെൻറ്റേജ് 45.43 എന്ന് പറഞ്ഞാൽ 2.05% വോട്ടുകളുടെ വർധനവ് 2021 ഉണ്ടായി. അങ്ങനെ വർധനവുണ്ടായപ്പോൾ ഏതാണ്ട് 7 ലക്ഷം വോട്ടുകൾ 2016 എൽ ഡി എഫിന് കിട്ടിയതിനേക്കാൾ വർദ്ധിച്ചു. 94,34,000 വോട്ടുകൾ ആയി വർദ്ധിച്ചിരുന്നു. ആ 94,34,000 വോട്ടുകളിൽ ഏതാണ്ട് കഴിഞ്ഞ തവണ, അതായത് 2021 കിട്ടിയ വോട്ടുകളിൽ ഒരു 13 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ നമുക്ക് കിട്ടിയില്ല, എൽ ഡി എഫിന് കിട്ടിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതേസമയം 2016 കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 6 ലക്ഷത്തിലധികം വോട്ടുകൾ കിട്ടിയില്ല എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ നമ്മൾ വലിയ തോതിൽ താഴേക്ക് പോയി എന്നുള്ളതൊരു വസ്തുതയാണ് എൽ ഡി എഫിൻ്റെ കാര്യത്തിൽ എന്നുള്ളതും, പ്രത്യേകിച്ച് വിശേഷിച്ച സി പി എമ്മിൻ്റെ കാര്യത്തിൽ എന്നുള്ളതും തർക്കമില്ല. സി പി എമ്മിൻ്റെ ഇപ്പോൾ പ്രത്യേകമായി എടുത്തിട്ടൊന്നും കാര്യമില്ല. അത് 21% പറയുന്നു, അതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം എലത്തൂരിൽ ജയിക്കുന്ന ശശീന്ദ്രൻ്റെ വോട്ട് അതിനകത്ത് കൂട്ടില്ല. പക്ഷേ അവിടെ കിട്ടുന്ന മഹാഭൂരിപക്ഷ വോട്ടും സി പി എമ്മിൻ്റെ ആണ് എന്ന് നമുക്കറിയാം. അല്ലാതെ സി പി ഐക്ക് പോലും അത്ര വലിയ വോട്ടുകളൊന്നും ഈ കേരളത്തിലില്ല എന്നുള്ളത് നമുക്കറിയാം. ആകെ ജോസ് കെ മാണിക്കും സി പി ഐക്ക് മാത്രമാണ് വോട്ടുകളുള്ളത്, ബാക്കി ആർക്കും തന്നെ വോട്ടില്ല. പക്ഷേ സി പി എം അവരെ എല്ലാവരെയും തന്നെ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ കടന്നപ്പള്ളി രാമേന്ദ്രൻ കിട്ടിയ വോട്ട് സി പി എമ്മിൻ്റെ ഒപ്പം ചേർക്കില്ല, പക്ഷേ സി പി എമ്മിൻ്റെ വോട്ടുകളാണ് അവിടെ മൊത്തമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മഹാഭൂരിപക്ഷവും തന്നെ സി പി എമ്മിൻ്റെ വോട്ടുകളാണെന്ന് അറിയണം. പക്ഷേ ആകെ പ്രശ്നം പറ്റിയത്, ഇത്ര വലിയ തോൽവിക്ക് എന്നിട്ടും കാരണമായത് എന്തുകൊണ്ടാണ് സാർ എന്നാണ് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവുക. ആ ചോദ്യത്തിനോട് ഉത്തരം പറയാം. കാരണം അഭൂതപൂർവമായിട്ടുള്ളൊരു വളർച്ച യു ഡി എഫിൻ്റെ വോട്ടുകളിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 1 കോടി എന്ന് പറയുന്ന മാർക്ക് കടക്കുന്ന ആദ്യത്തെ ഭരണപക്ഷമായി ഇവർ മാറി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 2,16,00,000 വരുന്ന വോട്ടേഴ്സാണ് ടോട്ടലി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 1 കോടിയിലധികം വരുന്ന വോട്ടുകൾ കടക്കുന്ന ഒരു പാർട്ടിയായി യു ഡി എഫ് മാറി. അങ്ങനെ മാറുമ്പോൾ ഏതാണ്ട് ഒരു 19 ലക്ഷത്തോളം വരുന്ന ഡിഫറൻസും 9% വലിയ ഡിഫറൻസും അവർക്കുണ്ടായി എന്നുള്ളതൊരു വാസ്തവമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൈനോറിറ്റി കൺസോളിഡേഷനും അതുപോലെ വിവിധ സോഷ്യൽ ഗ്രൂപ്പുകൾ, പിന്നോക്ക മതവിഭാഗം, പിന്നോക്ക ജാതികൾക്ക് വേണ്ടി അംബേദ്കറൈറ്റ്സിൻ്റെ അടക്കം അത്തരത്തിൽ പോരാടുന്ന നിരവധി സോഷ്യൽ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഒന്നിച്ചു പിടിക്കാനും, അതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള പാർട്ടി വിരുദ്ധർ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വിരുദ്ധർ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വിമർശകർ, എന്നാൽ പൊതുജനങ്ങൾക്ക് വലിയ സ്വീകാര്യമായിട്ടുള്ള ആളുകൾ എന്നുള്ളവരുടെ അടക്കം പിന്തുണ നേടാനും
കൂടാതെ ഇത്തരത്തിലുള്ള എല്ലാ ആളുകളെയും പാർട്ടിക്കകത്ത് നിന്ന് തന്നെയുള്ള ആളുകളെ പോലും ഞാൻ കഴിഞ്ഞ തവണ വിശദമായി പറഞ്ഞുകൊണ്ട് പറയുന്നില്ല, 10 കൊല്ലത്തെ പ്രചരണങ്ങളിലൂടെ ഇവിടെ ഇത് ശരിയല്ല, ഈ പാർട്ടിയല്ല, പാർട്ടി ഭരണത്തിൽ നിന്ന് പോയില്ലെങ്കിൽ പാർട്ടി തകർന്നു പോകുമെന്ന പ്രതീതിയടക്കം, അതുപോലെ കുഞ്ഞികൃഷ്ണൻ മുതൽ ടി കെ ഗോവിന്ദൻ മുതൽ നമ്മുടെ ജി സുധാകരൻ വരെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രചരണം, പാർട്ടിക്കുള്ളിലുള്ള അണികളെപ്പോലും ഇത് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം റൈറ്റ് വിങ് ആണ്, അദ്ദേഹം ഈ പറഞ്ഞ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് പറയുന്ന പ്രചരണങ്ങളുമൊക്കെ നടത്തിവിടുന്നതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള എതിർ ചേരികളുടെ മൊത്തത്തിലുള്ള ഒരു പോളറൈസേഷൻ ഉണ്ടാവുകയും കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള 38 ലക്ഷം വോട്ടിലധികം വരുന്ന 37,000 നോട്ടുകൾ അത് അവർക്ക് ലോക്സഭയിലേക്ക് നിലനിർത്തിയില്ല എന്ന് മാത്രമല്ല, അവരുടെ വോട്ടുകൾ വലിയ തോതിൽ ഇത്തവണ കുറഞ്ഞെങ്കിൽ പോലും ആ വോട്ടുകളടക്കം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിലേക്ക് പോയി. കാരണം അവരുടെ അണികളിലടക്കം ഈ പറയുന്ന പോലെ ഒരു ആൻറ്റി പിണറായി തരംഗം സോഷ്യൽ മീഡിയകളിലൂടെ കുത്തിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ പോലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു കൺസോളിഡേഷൻ ടോട്ടലി ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു. അതുകൊണ്ട് ഒരു പരിധിവരെ സി പി എമ്മിന് താഴേക്ക് പോകുന്നുവെങ്കിൽ പോലും സി പി എം നിങ്ങൾ അറിയേണ്ടത് ലോക്സഭയിൽ കിട്ടിയിട്ടുള്ള 66 ലക്ഷത്തിൽ നിന്ന് വലിയ ഒരു 3 ലക്ഷം വോട്ടുകളുടെ നേട്ടമുണ്ടാക്കിക്കൊണ്ട് ലോക്കൽ ബോഡിയിൽ തിരിച്ചു വന്നെങ്കിൽ പോലും ആ ലോക്കൽ ബോഡിയിൽ നിന്ന് വീണ്ടും വലിയ തോതിലുള്ള വോട്ട് വർധനവ്, ഏതാണ്ട് 10 ലക്ഷം വോട്ടുകളുടെ വർധനവ് ഇത്തവണ നിയമസഭയിലേക്ക് പിണറായി വിജയന്റെ മുഖം കാണിച്ചുണ്ടാക്കിയ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷെ അതുപോലും ഉണ്ടായിട്ടും തകർന്നു പോയതിൻ്റെ കാരണം വലിയ രീതിയിലുള്ള ലോക്കൽ ബോഡിയിലൊക്കെ കണ്ട അതേഴ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയുന്ന ആളുകളുടെയൊക്കെയുള്ള വോട്ടുകളെല്ലാം തന്നെ വലിയ രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യാൻ, അത് കൃത്യമായി അനുകൂലമാക്കാനായിട്ട് UDFന് കഴിഞ്ഞിരുന്നു. ആ കഴിഞ്ഞിരുന്നതാണ് യഥാർത്ഥത്തിൽ വലിയ തോതിൽ വിനയായി തീർന്നത്. കൂടാതെ പാർട്ടിക്കുള്ളിലെ കോട്ടകളിൽ നിന്ന് വന്ന വലിയ വിള്ളലും അത് കൺസോളിഡേഷൻ കൂടി കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് ഇവർ സാധ്യമാക്കി. അത് വെറും കൃത്യമായിട്ടുള്ള നെറേറ്റീവുകളിലൂടെ, കൃത്യമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെ, സൂക്ഷ്മമായി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെയായിരുന്നു. ആ പ്രോഗ്രാമുകളിൽ കോൺഗ്രസ് അതിൻ്റെ പങ്കുവഹിച്ചു, BJPയും വലിയ തോതിൽ അതിൻ്റെ പങ്കുവഹിച്ചു. ആ പങ്കുവഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയ തോൽവി യഥാർത്ഥത്തിൽ CPMന് നേരിടേണ്ടി വന്നത്. അല്ലാതെ ആളുകൾ പറയുന്നത് പോലെ പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ട് ലോക്കൽ ബോഡിയിൽ വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ 10-12 ലക്ഷത്തോളം ആളുകൾ കൂടുതലായിട്ട് LDF ഭരണത്തിന് വേണ്ടി വോട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യാതിരുന്ന ആളുകൾ അന്ന് പിണറായി വിജയനുള്ള വിരോധം കൊണ്ട് 65-6 ലക്ഷം പേര് മാത്രമേ വോട്ട് ചെയ്തുള്ളൂ. പക്ഷെ അതിൽ 80 ലക്ഷത്തോളം പേര് ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനും ചില ആളുകൾ ന്യായീകരണം പറയാൻ പോകുന്നത് അതൊക്കെ തന്നെ ഒരു MLA-മാരുടെ ഒരു സ്വാധീനം, അവരുടെ ജനപിന്തുണയും കൊണ്ട് ചെയ്ത വോട്ടാണെന്ന് പറയാം. പക്ഷെ അപ്പോൾ പോലും ഒരു 5-8 ലക്ഷം വോട്ടുകൾ അങ്ങനെ വന്നാണെങ്കിൽ പോലും ഒരു 2 ലക്ഷം വോട്ടുകളെങ്കിലും പിണറായിയുടെ പറഞ്ഞ പോലെ നേതൃത്വത്തിന് കൂടി വന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം വ്യർത്ഥമായ പ്രചാരണങ്ങളാണ്. തോൽവിയാണ്. പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടിയുടെ പറഞ്ഞുള്ള ശ്രദ്ധക്കുറവും പാർട്ടിക്കെതിരെ പാർട്ടി വോട്ടുകളിലുണ്ടായിട്ടുള്ള വലിയ ചോർച്ചയുമാണ് എന്നുള്ളതാണ് യഥാർത്ഥ കാരണം. സത്യം പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഈ വീഡിയോ നിങ്ങളോട് ചെയ്തതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ കമൻറ്റുകളും താഴെ രേഖപ്പെടുത്തുക.